നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വേറൊന്നുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതിൽ ചിലർക്കൊക്കെ ഈ പറയുന്ന മതേതരത്വത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് അവരൊക്കെ ചില മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമ്പുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ചില അലമ്പന്മാരെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചധികം സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ശക്തമായ നിലയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ലീഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് എതിരഭിപ്രായം ഒന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും വലിയ തലവേദന. അതായത് ഇപ്പോൾ ലീഗ് പറഞ്ഞുകൊണ്ട് 25 സീറ്റിൽ മത്സരിക്കുന്നു, ഞങ്ങൾ 20 എണ്ണം പിടിക്കും. അതൊരു മാന്യമായ പറച്ചിലാണ്. 20 കിട്ടത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവരും 10 എണ്ണമെങ്കിലും പോവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ പറയുന്ന ഒരുപാട് വടംവലിക്ക് നിൽക്കുന്നില്ല. അതായത് ഞങ്ങൾക്ക് ഇത്ര മന്ത്രിമാരെ വേണം, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ ആൾ വേണം. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് പോലും ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വഴങ്ങി കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ അടപടലം പറിച്ചുകൊണ്ടെങ്കിൽ പോരും. അവർ വലിച്ചുകൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും കൊണ്ട് കിട്ടിയാലോ? ഇപ്പം പിന്നെ LDFിൻ്റെ കൂടെ അവർ ജോയിൻ ചെയ്തിരുന്നെങ്കിലോ? ചിലരൊക്കെ പറയും LDFിൻ്റെ കൂടെ അവരെ അടുപ്പിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന് ഒരു ആവശ്യം വന്നാൽ ഒരു പക്ഷേ ലീഗിനോടൊപ്പം കൂട്ടുകൂടേണ്ടതായിട്ടും വരും, അല്ലെങ്കിൽ ലീഗിന് LDFിനോടൊപ്പം നിൽക്കേണ്ടതായും വരും. ഇപ്പം സത്യം പറഞ്ഞാൽ UDF എന്ന് പറയുന്നൊരു മുന്നണിക്കുള്ളിൽ ലീഗ് ഗതികേട് കൊണ്ട് കടന്നു പോകുന്നതാണ്. അല്ലാതെ UDF എന്ന് പറയുന്ന മുന്നണിയുടെ മെച്ചം കണ്ടല്ല, അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു വലിയ വലിപ്പം കണ്ടിട്ടുമല്ല. ആ മുന്നണിയെ നിലനിർത്തുന്നത് തന്നെ തങ്ങളാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ശരിക്കും മുസ്ലിം ലീഗ് അത് വിട്ടു പോവാത്തത്. ഇല്ലെങ്കിൽ അവരെന്നേ അത് വിട്ട് ഒന്നുകിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായി മാറിയതിനെ, അതല്ലെങ്കിൽ LDFുമായി ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായതിനെ. പല ഘട്ടങ്ങളും അതിലേക്ക് അടുത്തു വന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും PMA സലാം മാത്രമാണ് ചെറിയ മാറ്റം. ബാക്കി നമ്മളവിടെ മുനീർ സാഹിബ് ആണെങ്കിലും അങ്ങനെ പല നേതാക്കന്മാരെയും മുൻനിര നേതാക്കന്മാരെയും എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും ഇവർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ ഒരു വിമർശനം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതായത് അതിശക്തമായ ഒരു വിമർശനം. ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ പോലും അവിടെ ശക്തമായ വിമർശനം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും പല മേഖലകളിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ സംസാരിച്ചുള്ളത്. അതായത് സർക്കാർ ചെയ്യുന്നതൊക്കെ ശരിയാണ്, സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടവരാണ് ഈ പറയുന്ന പ്രതിപക്ഷമാണെങ്കിൽ പോലും എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ചിന്താഗതിയുമായിട്ടാണ് പലപ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും ആ ഒരു നിലപാടിൽ നിന്നും വ്യതിചലിക്കാത്ത നിലയിലാണ് നിൽക്കുന്നത്. ഒരു ശക്തമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുമില്ല. ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഇടതുപക്ഷത്തോട് ചേരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. ഒരു ഇടതുപക്ഷത്തോട് കാണിക്കുന്ന ഒരു ആഭിമുഖ്യം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും അവരോട് കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരെല്ലാം നിലനിൽക്കുന്നത്. ശക്തമായ വിമർശനമൊന്നും ഉണ്ടാകാറില്ല. തിരിച്ചും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. തിരിച്ചും ആ ഒരു തലത്തിലൂടെ തന്നെയാണ് അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ചർച്ച, അതായത് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച, അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ തർക്കത്തിലേക്ക് പോകുന്നു, അടിയിലേക്ക് പോകുന്നു, ഇടിയിലേക്ക് പോകുന്നു. ചിലപ്പം വഴി കിടന്ന് വെട്ടും കുത്തും വരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഭയം. മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം നടക്കുമ്പോൾ ഇത് ശരിക്കും അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ UDFിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ലല്ലോ, UDFിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ചർച്ച വരുന്നത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ലീഗിന് പങ്കാളിത്തമില്ലേ ഈ ഒരു ചർച്ചയിൽ പങ്കാളിയാവാൻ? കാര്യം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അല്ലല്ലോ വരേണ്ടത്, UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് വരേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായ അവകാശം ലീഗിനുമുണ്ട്. ലീഗ് ഇപ്പോൾ അവർക്ക് പറയേണ്ട മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ലീഗിന് ഇനിയിപ്പോൾ അങ്ങോട്ട് കടന്നു പിടിക്കാം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പിന്നെ മന്ത്രിമാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവണം, ഞങ്ങൾക്കൊരു ഉപമുഖ്യമന്ത്രി എന്നുള്ള തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ ഒരു മേഖലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ നിൽക്കുന്നത്, മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാധാന്യം ലീഗിനുണ്ട്.
അപ്പം ഈ UDF ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടക്കണോ വേണ്ടയോ, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നതടക്കം കൃത്യമായി പറയേണ്ടവർ ശരിക്കും അതിനകത്ത് പറയാൻ യോഗ്യതയുള്ളവർ കൂടിയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മുസ്ലിം ലീഗിനും അതിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ലീഗ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ലീഗ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിൽ പോലും മറന്നുകൊണ്ട് ത്യാഗം ചെയ്ത് പ്രവർത്തിച്ചു പോയ നേതാക്കന്മാരെ പോലും അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫലവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചർച്ചകൾ മുഖ്യമന്ത്രി ചർച്ചകൾ അനവസരത്തിലുള്ളത് തന്നെയാണ്. അതെല്ലാവർക്കും മനസ്സിലായി. മുഖ്യമന്ത്രി ചർച്ച നടത്തേണ്ട സമയമല്ല ഇത്. ഇതിന് കാത്തിരിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന മെയ് മാസം 4 വരെ കോൺഗ്രസ് കാത്തിരിക്കണം. എന്നാൽ അതിന് കാത്തിരിക്കാതെ കോൺഗ്രസിനെ തന്നെ 3 ഡിവിഷനാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള വൃത്തികെട്ട ചർച്ചകൾക്കാണ് ശരിക്കും കോൺഗ്രസിൽ പിടിമുറുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, പലപ്പോഴും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആണെങ്കിൽ പോലും അന്ന് UDF അല്ലെങ്കിൽ നിലനിർത്തിയത് ശരിക്കും ലീഗിന്റെ ഒരു വോട്ട് ബാങ്ക് കൊണ്ടും ലീഗിന്റെ ശക്തി കൊണ്ടും തന്നെയാണ്. നമുക്കറിയാം, മലബാർ മേഖലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വയനാടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ മലപ്പുറമാണെങ്കിലും എല്ലായിടത്തും ഒരു UDF എന്നുള്ള നിലയിൽ എല്ലാവരും കാണുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെയാണ്. എന്നാൽ ഈ മുസ്ലിം ലീഗിനോട് പൂർണ്ണമായി നീതി കാണിക്കാൻ UDF അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പലയിടങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് UDF കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വം പാലം വലിക്കാറുണ്ട്, വോട്ട് ചെയ്യാറില്ല ലീഗ് നേതാക്കന്മാർക്ക്. എന്നാൽ അവിടെ നിൽക്കുന്നിടത്ത് UDF അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നിൽക്കുന്നിടത്ത് മുസ്ലിം ലീഗിന് പ്രാധാന്യമുണ്ടെങ്കിൽ അവിടെയുള്ള മുസ്ലിം ലീഗുകാർ കൃത്യമായി വോട്ട് ചെയ്യും, വോട്ട് രേഖപ്പെടുത്തും. അതാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. ഇതിൽ മന്ത്രി ആവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരൊറ്റ നേതാവുള്ളത് ആ KK രമയാണ്. രമ ആ കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് UDF അല്ലെങ്കിൽ ചിന്താഗതികളുമായി വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന മുന്നണിയിൽ ഒരു മന്ത്രിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയുമില്ല എന്ന് KK രമ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം KK രമ പറഞ്ഞു അല്ലെങ്കിൽ ശീലിച്ചു പോരുന്ന KK രമ കൊണ്ടു നടക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളും UDF വിശ്വാസ പ്രമാണങ്ങളുമായി ഒത്തുപോകില്ല എന്ന് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ലീഗിനും ക്രമേണ അത് മനസ്സിലാവും. അതായത് ലീഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു ചോദിച്ചാൽ, ലീഗിന് കൃത്യമായി ഒരു സംഘടനാ ബലമുണ്ട്. സാദിഖ് അലി തങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ PMA സലാമോ പറയുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു തർക്കത്തിലേക്ക് പോകാനോ അതിന് മറ്റൊരു തലത്തിലേക്ക് ചർച്ചയെ കൊണ്ട് എത്തിക്കാനോ ലീഗിലുള്ള ഒരാളും നിൽക്കില്ല, അങ്ങനെ സാധിക്കില്ല. കാരണം അതിന് അടിയുറച്ച ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ ഇവിടെ സെമി കേഡർ ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റുമെന്നും CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും പാർട്ടിക്കുള്ളിൽ ഒരു വലിയ അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നും പറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സംഘടനാ ബലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എന്നാൽ എന്താ സംഭവിച്ചത്? അതോടുകൂടി ആ അച്ചടക്കത്തിന് വേണ്ടി നിന്ന ഒരാളെയും ഈ പറയുന്ന സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ച് സെമി കേഡർ ആക്കാൻ നിന്ന സുധാകരനെയും പടിക്ക് പുറത്താക്കി. ഇതാണ് കോൺഗ്രസിന്റെ രീതി. അപ്പൊ ഇത് കാലങ്ങളായി കണ്ട് മടുത്തു കിടക്കുകയാണെന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗ്. അപ്പോഴാണ് വീണ്ടും ജയിക്കുന്നതിന് മുൻപ് തന്നെ തെരുവിലിട്ട് ഈ രീതി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. കോൺഗ്രസിലെ എന്നല്ല, കോൺഗ്രസിലെ മാത്രമല്ല, കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും ലീഗിലെ നേതാക്കന്മാർക്ക് എതിർപ്പുണ്ട്. പിന്നെ LDF സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കാര്യമാണ്. ഒരു ചർച്ച മുറുകട്ടെ എന്ന് തന്നെയാണ്, ശക്തമായ ചർച്ചയുമായി മുന്നോട്ട് പോകട്ടെ, ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവട്ടെ എന്ന് തന്നെയാണ് LDFകാർ കരുതുന്നത്. കാരണം ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകാൻ കഴിയും. അപ്പോൾ ജയിക്കില്ല എന്ന് ഏറെക്കുറെ LDF ഉറപ്പുണ്ട്. ഈ UDF ഒരിക്കലും ജയിച്ചിനിയും കരകയറാൻ പോകുന്നില്ല എന്നറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യം. ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഇനി ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.